ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ള ഒരുപാട് മസാലകളൊന്നും ചേർക്കാത്തൊരു ചിക്കൻ ഫ്രൈ ആണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ കഴുകി വൃത്തിയാക്കിയ ചിക്കൻ എടുത്തിട്ടുണ്ട്. കുറച്ച് ചിക്കൻ മാത്രമേ ഞാനിവിടെ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി ഈ ചിക്കനിലോട്ട് കുറച്ച് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരുപാട് മസാലകളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഞാനിവിടെ ആദ്യം തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുരുമുളക് പൊടി എരിവിന് ആവശ്യമായിട്ട് എത്ര വേണമെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ കുറച്ച് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി ഇതെല്ലാം കൂടെ ചിക്കനിൽ നന്നായി പുരട്ടി ഒരു മണിക്കൂർ നമുക്ക് മസാലയൊക്കെ ചിക്കനിൽ പിടിക്കാനായിട്ട് മാറ്റി വെക്കാം. ഞാനിതിൽ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 10-15 അല്ലിയോളം വെളുത്തുള്ളി ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു പാനിലോട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിൽ ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ മസാല പുരട്ടി വെച്ച ചിക്കനും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലോട്ട് മസാല പുരട്ടിയ ആ പാത്രത്തിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട്. ഒരുപാട് വെള്ളം ചേർക്കുന്നില്ല കേട്ടോ, കുറച്ച് മാത്രമേ വെള്ളം ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇത് ഈ വെള്ളത്തിൽ തന്നെ വെന്ത് ഫ്രൈ ആയി വരുവാണ് കേട്ടോ ചെയ്യുന്നത്. അല്ലാണ്ട് ഒരുപാട് ഓയിൽ ഒഴിച്ച് അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നില്ല. ഇതിൽ ഞാൻ ഒരു തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ ചിക്കൻ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിൽ നിന്ന് ഒരുപാട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഈ വെള്ളമൊക്കെ വറ്റി ആ എണ്ണയിൽ കിടന്ന് ചിക്കൻ ചെറുതായി ഒന്ന് മൊരിഞ്ഞ് വരണം കേട്ടോ. ഒരുപാട് ഫ്രൈ ആവേണ്ട ആവശ്യമില്ല, ചെറുതായി ഒന്ന് മൊരിഞ്ഞ് വന്നാൽ മതി. അപ്പോൾ ചിക്കൻ നല്ല സോഫ്റ്റായി കിട്ടിക്കോളും. ഇപ്പോൾ നമുക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും അടച്ചു വെച്ച് തന്നെ കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കൊന്ന് ഇതുപോലെ തുറന്ന് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഈ ഒരു സമയത്ത് നമ്മൾ തൊലി കളഞ്ഞ് വെച്ച വെളുത്തുള്ളിയും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ചിക്കനിലോട്ട് നമ്മൾ വെളുത്തുള്ളീൻ്റെ ഫ്ലേവറൊക്കെ ഇറങ്ങി നല്ല ടേസ്റ്റ് കിട്ടും. ഇപ്പോൾ ഇതാ വെള്ളമൊക്കെ ഏകദേശം വറ്റി വരുന്നുണ്ട്. ചിക്കനൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ചിക്കൻ വേവുന്നവരെ അടച്ച് വെച്ച് തന്നെ വേവിച്ചെടുക്കുക കുറച്ച് നേരം. ഇപ്പോൾ ഇതാ ചിക്കൻ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. ഈ കറിവേപ്പിലേൻ്റെയും വെളുത്തുള്ളിൻ്റെയും ഒക്കെ ഫ്ലേവർ ചിക്കനിലോട്ട് പിടിക്കുമ്പോൾ ചിക്കൻ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ചിക്കനിൽ നിന്ന് ഇറങ്ങി വന്ന ആ വെള്ളത്തിൽ തന്നെ ഇത് വെന്ത് ഫ്രൈ ആകുമ്പോഴത്തേക്കും ചിക്കൻ നല്ല സോഫ്റ്റ് ആവും. ഒരുപാട് ഹാർഡായി പോവില്ല, നല്ല സോഫ്റ്റ് ആയിരിക്കും. കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ ഇതാ ചിക്കൻ ഏകദേശം ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഓവറായിട്ട് ഫ്രൈ ആവേണ്ട ആവശ്യമില്ല, കാരണം അപ്പോൾ ഹാർഡായി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ചിക്കൻ ഫ്രൈ ആണ് ഇത്. എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനായിട്ട് പറ്റും. ഒരുപാട് മസാലകളോ ഒന്നും വേണ്ട, കുറച്ച് ചിക്കന് മാത്രം മതി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.